അപ്പോൾ ഇത് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ 9.2 ആണ്. അപ്പോൾ ഇതിനകത്തൊരു കോൺകേവ് മിററിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. അതിന് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കും. എന്നിട്ട് ഇവിടെ ഒരു കോൺകേവ് മിററിൻ്റെ കാര്യം പറയുന്നത്. കോൺകേവ് മിറർ ആകുമ്പോൾ ഈ സൈഡാണ് റിഫ്ലക്റ്റ് ചെയ്യുക, ഈ സൈഡാണ്, ഈ ഭാഗമാണ് ലെഫ്റ്റ് സൈഡാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഒബ്ജക്റ്റ് ഏകദേശം ഒരു ഇവിടെയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം ഫോക്കൽ ലെങ്ത് ഒരു ഇവിടെയാണെന്ന് വിചാരിച്ചു എഫ്, അതെന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? മിററിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് വാല്യൂസ്, മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസൊക്കെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ മുകളിലോട്ടുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്. അപ്പം ഈ ഒബ്ജക്റ്റ് മുകളിലോട്ടായതുകൊണ്ട് +4, ഫോക്കൽ ലെങ്ത്ത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -15. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ C എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. അത് മൈനസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -30 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കോൺകേവ് മിററിൻ്റെ 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത് എന്നാണ്. അത് ആദ്യം പറയേണ്ടതായിരുന്നു. ഇത് മിററിൻ്റെ ഈ പോയിന്റിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് എന്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ ഇതും ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -25. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അത് +4 സെൻറ്റിമീറ്റർ, ഫോക്കൽ ലെങ്ത്ത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -15, പിന്നെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അത് എഴുതുക. ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ പ്ലസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് -25 സെൻറ്റിമീറ്റർ, പിന്നെ 6 + 30, അതായത് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ. അപ്പോൾ ഇനി ഇതിൽ കാണാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏത് ഡിസ്റ്റൻസിൽ, അതായത് നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. ആദ്യം റേ ഡയഗ്രാം വരയ്ക്കുമ്പം നമ്മൾ 2 റേസ് വരച്ചിട്ട് ആ 2 റേസിൻ്റെ റിഫ്ലക്ഷൻ കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഇമേജ് വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ റേ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ്, അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് പാരലായിട്ടാണ് ആദ്യത്തെ റേ വരയ്ക്കുക. അപ്പോൾ അതിങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേസ് ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫോക്കസിലൂടെ ഇങ്ങനെ അങ്ങ് പോകും. അതാണ് ഒന്നാമത്തെ റേ. രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന റേ. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെയല്ല, ഇപ്പുറത്താണത്. കാരണം സെൻറ്റർ ഓഫ് കർവേച്ചർ 30 സെൻറ്റിമീറ്ററും ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ തൊട്ട് മുന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ റേ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു റേ പോവുക, എന്നിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന റേ ആണെങ്കിൽ അത് പോകുന്ന വഴി തന്നെ റീട്രേസ് ചെയ്യുമല്ലോ. അത് റീട്രേസ് ചെയ്തിട്ട് ഇതേ വഴി തന്നെ തിരിച്ചു വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഏകദേശം മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്ക്രീന് വെക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇമേജിൻ്റെ മുന്നിൽ നമ്മൾ ഇമേജിൻ്റെ കറക്റ്റ് ഇമേജ് എവിടെയാണോ വരുന്നത് ആ ഒരു ഡിസ്റ്റൻസിൽ സ്ക്രീന് വെച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇമേജ് നിൽക്കുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് V കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? U അറിയാം, F അറിയാം. അപ്പം കാണേണ്ടത് V ആണ്, ഇമേജ് ഡിസ്റ്റൻസ്. അപ്പം മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/V + 1/U = 1/F. ഇതാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 1/V അപ്പം 1/F - 1/U എന്നാണ്. അപ്പം F എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് അല്ല, മൈനസ് ആണ് ലെഫ്റ്റ് സൈഡിൽ.
എല്ലാ ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും ഇമേജ് ഡിസ്റ്റൻസും എല്ലാം ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പം -15 -1/u എന്ന് പറയുന്നത് -25 ആണ് തന്നിട്ടുണ്ട്. അപ്പം മൈനസും മൈനസും പ്ലസ് ആവും. അത് 1/15 + 1/25 എന്ന് ആവും. -1/15 + 1/25. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -125 + 15 ഡിവൈഡഡ് ബൈ 15 × 25 ആവും. അപ്പോൾ അത് -25 + 15 ഡിവൈഡ് ബൈ 15 × 25 അല്ലേ. അപ്പോൾ ഇത് 1/p ആണ്. അപ്പം അത് നമുക്ക് മൊത്തം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ എല്ലായിടത്തും? അല്ലാതെ അങ്ങനെ ചെയ്യണ്ട. 1/v = -25 + 15 ഡിവൈഡ് ബൈ 15 × 25 അല്ലേ. അപ്പം -25 + 15 എന്ന് പറഞ്ഞാൽ -25 അത് -10 വരും. പിന്നെ 15 × 25 ചെയ്താൽ 5 × 5 25 2 12 25 5 7 375 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ 75 എന്നുള്ള ഫോമിൽ വരും. അതായത് v = ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 75/- 75/2. അതായത് 75/2 എന്ന് പറഞ്ഞാൽ 37.5 ചെയ്താൽ കിട്ടുക. -37.5 സെൻറ്റിമീറ്ററിലാണ് എന്തുണ്ടാവുക, ഇമേജ് ഉണ്ടാവുക. അതായത് ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗം, ഈ ഒരു മൊത്തം ഡിസ്റ്റൻസ് എന്നാൽ -37.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് ഇനി അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനെ ആൻസർ കിട്ടിയിട്ടുള്ളൂ. ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്നത് അതിൻ്റെ നേച്ചറും സൈസും കാണാൻ. അപ്പോൾ അത് നമുക്ക് എന്ത് വേണം, ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടണം, അഥവാ ഇമേജിൻ്റെ സൈസ് അറിയണം. അപ്പോൾ നമുക്ക് എന്തറിയാം, ഒബ്ജക്റ്റിൻ്റെ സൈസ് അറിയാം, h അറിയാം, 4 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന റിലേഷൻ എന്താ, മാഗ്നിഫിക്കേഷൻ m = h' ഡിവൈഡഡ് ബൈ h which is equal to -v/u. ഇവിടെ h' എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, ഇത് ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി, ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ h' ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ -v × h ഡിവൈഡഡ് ബൈ u എന്നാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ v എന്ന് പറയുന്നത് നമുക്കറിയാം -37.5 സെൻറ്റിമീറ്ററാണ്. പിന്നെ h എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്, അത് 4 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് പോസിറ്റീവാണ്, കാരണം മുകളിലോട്ട് പോകുന്നത് പോസിറ്റീവ് അല്ലേ. അപ്പോൾ +4. ഇനി ഡിവൈഡഡ് ബൈ എന്താണ്, u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അത് -25 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് നെഗറ്റീവും കൂടെ ക്യാൻസലായിട്ട് പോസിറ്റീവായി പോകും. പിന്നെ താഴെ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ മൊത്തം ടേം നെഗറ്റീവ് ആയിരിക്കും. -37.5 × 4 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ 37.5 × 4 എന്ന് പറഞ്ഞാൽ 5 × 4 150 കിട്ടും. ഡിവൈഡഡ് ബൈ 25 -150/25. ഇപ്പോൾ 25 × -150/25 ആയിട്ട്, അതായത് -6 സെൻറ്റിമീറ്റർ. കാരണം യൂണിറ്റൊക്കെ സെൻറ്റിമീറ്റർ തന്നെയല്ലേ. അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് 4 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇമേജിൻ്റെ സൈസ് -6 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇമേജ് എന്താണ്, ഒബ്ജക്റ്റിനേക്കാളും വലുതാണ്, അഥവാ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജാണ്. പ്ലസ് ഇത് തല തിരിഞ്ഞിട്ടല്ലേ ഉള്ളത്, അപ്പോൾ ഇത് ഇൻവേർട്ടഡ് വന്നു. അതാണ് ഇമേജിൻ്റെ നേച്ചർ. സൈസ് എന്ന് പറഞ്ഞാൽ -6 സെൻറ്റിമീറ്റർ ഉണ്ടാവുക.
പിന്നെ ഒബ്ജക്റ്റ് നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -37.5 cm.